ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സംശയമില്ല, രാധേ രാധേ. നമ്മൾ എന്തൊരു കാര്യം ഇവിടുത്തുകാരോട് ചോദിച്ചാലും അതിൻ്റെ അവസാനം അവർ പറയുന്നത് രാധേ രാധേ. എനിക്ക് തോന്നുന്നു കൃഷ്ണനേക്കാൾ ഇവിടെ പ്രാധാന്യം രാധയ്ക്കാണ്. അപ്പോൾ ഇത് പ്രേം മന്ദിറിൻ്റെ ലൈറ്റ് ഇട്ട് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓൾറെഡി പകൽ വെളിച്ചത്തിലുള്ളൊരു വീഡിയോ തൊട്ട് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാം. കൃഷ്ണൻ്റെ കൗമാരക്കാലം വൃന്ദാവനത്തിലായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും അധികം ആളുകൾ ഇവിടെ വരുന്നത്. ഈ ഒരു പ്രേം മന്ദിറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചുറ്റും കൃഷ്ണൻ്റെ പല ലീലാവിലാസങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അതും നല്ല ഭംഗിയായിട്ടാണ് ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മധുരയിൽ നിന്ന് 12 കിലോമീറ്ററാണ് ഈ വൃന്ദാവനത്തിലേക്കുള്ള ദൂരം. തീർച്ചയായിട്ടും പ്രേം മന്ദിറിൻ്റെ ഈ ഒരു വൈകുന്നേരത്തെ കാഴ്ച കൂടെ കാണണം. വീഡിയോയിൽ ഇത് ശരിക്കുമുള്ള ഒരു ഭംഗിയുടെ ഒരു പകുതി പോലും കാണുന്നില്ല. പക്ഷെ നേരിട്ട് വരുമ്പോൾ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. കൃഷ്ണനെ വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും ഒരിക്കൽ ഭഗവാൻ ഇവിടെ എത്തിക്കും. രാധേ രാധേ.